ചോദിക്കാനുണ്ട്. ഇപ്പോൾ സജന പറയുന്നത് പോലെ ആ തരത്തിലേക്കൊരു പ്രതികരണം നമ്മൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ്? അത് നിരാശപ്പെടുത്തിയോ? ഇപ്പോൾ തന്നെ സസ്പെൻഷനിലാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പ്രചാരണ രംഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ന് ഉച്ചവരെ കണ്ടതുമാണ്. കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് നടപടിയെടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വന്നല്ലോ. അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മറ്റൊരു പാർട്ടിയും എടുക്കാത്ത രീതിയിലുള്ള വളരെ മാതൃകാപരമായൊരു നടപടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ സാധാരണ ഒരു അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ ചെയ്യേണ്ടുന്ന ഒരു മിനിമം കാര്യമാണ് പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന സാഹചര്യത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. പക്ഷെ അത്തരത്തിൽ ഒരു പാർട്ടിയുടെ ബാലപാഠം പോലും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവർത്തകനല്ല. അദ്ദേഹം ഒരു MLA ആണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ച ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹം മാനിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ മാനിക്കാതെ ചില പാലക്കാട് ജില്ലയിലെ ചില നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് തികച്ച പാർട്ടിയുടെ അച്ചടക്ക നടപടിയെ അവഹേളിക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊന്നും പാർട്ടി ഇതുവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ബഹുമാന്യനായ അല്ല സജന, അവിടെ പക്ഷേ ഈ പലതരത്തിൽ നമ്മൾ നേതാക്കളുടെ ഭാഗത്ത്, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളയുന്ന തരത്തിലേക്കൊന്നും ആയിരുന്നില്ല പിന്നീടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. പല പ്രതികരണങ്ങളും പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. സജന സംസാരിക്കുന്നത് പോലെയല്ല, അവർ ആരും കൈയൊഴിയുന്ന രീതിയിലല്ല. ആകെ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ്, ഒപ്പം രമേശ് ചെന്നിത്തലയൊക്കെ ഇപ്പോഴും ആ നിലപാട് തന്നെയാണ്. 2 ദിവസം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മറ്റു നേതാക്കളൊക്കെ മൃദു സമീപനം സ്വീകരിക്കുന്നതല്ലേ നമ്മൾ കണ്ടത് സജന? അത് മറ്റു നേതാക്കൾ ഒരുപക്ഷെ അവരുടേതായ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കാം അവർ പറഞ്ഞത്. അതൊരിക്കലും ഒരു പാർട്ടിയുടെ തന്നെ അഭിപ്രായമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ VD സതീശൻ. അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, ഈ കാര്യത്തിൽ ഒരു വിരുദ്ധ നിലപാട് വന്നു എന്നുള്ളത് കൊണ്ടല്ലേ സജനയ്ക്കും ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ ഹൈക്കമാൻഡിനെ സമീപിച്ചത് ഈ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പാർട്ടി നടപടിയെ അവഹേളിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടം MLA പ്രതികരിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ തിരഞ്ഞെടുപ്പ്, അതും ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്നത് കൂടെയാണ് ഏറ്റവും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടവും പാലക്കാടത്തെ നേതൃത്വവും മുന്നോട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഒരൊറ്റ കാര്യം കൂടി സജന, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം 2 പ്രതികരണങ്ങൾ പ്രധാനമായി വന്നതിൽ KPCC അധ്യക്ഷന്റെ പ്രതികരണമുണ്ട്. VD സതീശൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ദീപദാസ് മുൻഷിയും പറയുന്നത് ഇതിനോടകം തന്നെ നടപടി എടുത്തിട്ടുണ്ട്, സസ്പെൻഷനിലാണല്ലോ എന്നാണ്. അപ്പോൾ ഈ തരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരിക്കലുമില്ല. ശക്തമായ നടപടികളിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ഇത് ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറ്റ് പാർട്ടികളെ പോലെ ന്യായീകരിച്ചുകൊണ്ട് ഈ കുറ്റക്കാരായവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കോൺഗ്രസ് ഇന്നും ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് ആ ഒരു ശക്തമായ രീതിയിൽ തന്നെ നടപടികൾ എടുത്ത് കേസ് അന്വേഷണത്തിന്റെ ഗതി അനുസരിച്ച് എന്താണ് എന്നുള്ളത് കൃത്യമായി പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന വേളയിൽ പാർട്ടി ഉറപ്പായിട്ടും തന്നെ ശക്തമായ നടപടി സ്വീകരിച്ച് തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും. ദേശീയ നേതൃത്വം ഇടപെടുമെന്നും പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. കാര്യം പ്രിയങ്ക ഗാന്ധി പോലെ ഒരു നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഒരു കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ആരോപണം മാത്രമല്ല ഇപ്പോൾ ഒരു പരാതിക്കാരി കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഉറപ്പായിട്ടും ഇടപെടൽ ഉണ്ടാകും. വളരെ നന്ദി സജന പി. സജൻ പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.